ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ KK ഡയറി ഫാമിൽ ഇന്ന് 19-ാം തീയതി 1-ാം മാസം 2025 അവൈലബിൾ ആയിട്ടുള്ള പശുക്കളുടെ വീഡിയോ ആണ്. ഏകദേശം 12-ന് മുകളിൽ പശുക്കൾ നിൽപ്പുണ്ട്, ഹെവി സൈസിലായിട്ട്. കൂടുതലും പ്രസവിച്ച പശുക്കളാണ് ഇതിൽ നിൽപ്പുള്ളത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ലാസ്റ്റ് മുഴുവൻ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ നമ്മൾ ഏകദേശം നിൽക്കുന്ന പശുവിൻ്റെ വീഡിയോയും ലാസ്റ്റ് ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് പശുവിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ ഇത്രയും ലോങ് വീഡിയോ ഇടാൻ കാരണം പലരും കംപ്ലയിൻറ്റ് പറയുന്നു, വീഡിയോ ഇട്ട് ഓരോ പശുക്കളുടെ വീഡിയോ ഇടുമ്പോൾ അത്രയും താമസിക്കുന്നു, അവർ വീഡിയോ കണ്ടുവരുന്നതിൻ്റെ പശുക്കൾ സെയിലാകുന്നു. അതിനാലാണ് നമ്മൾ വീഡിയോ ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡായി 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഓരോ പശുവിൻ്റെ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ ആദ്യം ഈ ലോങ് വീഡിയോ കാണുക. ഇതിലുള്ള പശുക്കളെ കണ്ടിട്ട് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞുതരാം. ഇതിൽ കൂടുതലും കടിഞ്ഞൂല് പശുക്കളുണ്ട്, 2-ാം പ്രസവം പശുക്കളേ ഉള്ളൂ. പ്രസവിച്ച പശുക്കളാണ് ഇതിൽ കൂടുതലുള്ളത്. ഓരോ പശുവിനും ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ ഏതൊക്കെ പശുക്കൾ പ്രസവിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് വീഡിയോയിലെ അവസാനത്തെ ഭാഗം നോക്കുക. അതിലോട്ട് നമ്മൾ എല്ലാ പ്രസവിച്ച പശുക്കളുടെയും കുട്ടി, ആ പശുവിൻ്റെ കുട്ടിയായിട്ട് അടക്കമുള്ള ഫോട്ടോ അടക്കം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതപ്പോൾ സെലക്ട് ചെയ്തിട്ടൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാലും മതി. ഇല്ലാത്ത പക്ഷേ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ നിൽക്കുന്ന പശുക്കളുടെ ഡീറ്റെയിൽസ് ഇത്ര അയച്ചു തരാം. അപ്പോൾ നോക്കിയിട്ട് താല്പര്യമുള്ളവർ പറയാം. എല്ലാം നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല സൈസിലുമുള്ള പശുക്കളാണ്. അതായത് ഒരു 18 ലിറ്റർ മുതൽ മിനിമം 18 ലിറ്റർ തൊട്ട് 25 ലിറ്റർ വരെയുള്ള പശുക്കൾ നിൽപ്പുണ്ട്. 25 മുകളിൽ കിട്ടുന്ന പശുക്കൾ നിൽപ്പുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് പറയുക. ഇതിൽ 2-3 പശുക്കളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്, ആ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടായി ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോയുടെ അയച്ചു തരുന്നതാണ്. ഈ പശു ഇന്ന് രാവിലെ പ്രസവിച്ചതാണ്. അതായത് 19-ാം തീയതി രാവിലെ 3 മണിക്ക് പശു പ്രസവിച്ചതാണ്. കാളക്കുട്ടിയാണ്. ശരി 25 ലിറ്ററോളം കണക്കൂട്ടുന്ന പശുവാണ്, കറന്ന പശുവാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസിലുള്ള പശുവാണ്. നല്ല നീർക്കോളം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടി കാളക്കുട്ടിയാണ്. അടുത്ത പശു എന്ന് പറയുന്നത് ചെനപ്പശുവാണ്. ഹെവി സൈസാണ്. കഴിഞ്ഞ പ്രസവത്തിൽ 25 ലിറ്റർ മുകളിൽ പാലുണ്ടായിരുന്ന വലിയ പശുവാണ്. ഇനി 10 ദിവസം 15 ദിവസം ഡേറ്റ് ഉണ്ട് പ്രസവിക്കാൻ. അടുത്ത പശു എന്ന് പറയുമ്പോൾ ബ്രൗൺ ക്രോസ് പശുവാണ്. ഇതും ഏകദേശം ഒരാഴ്ച ഡേറ്റ് ഉണ്ട്. 2-ാം പ്രസവമാണ്. കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഒരു 18 ലിറ്ററോളം പാലുണ്ടായിരുന്നു. ഈ പ്രസവത്തിനും 18-നും 19-നകത്ത് പാല് കണക്കോട്ട ഒരാഴ്ച ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ. ഇത് ഇന്നലെ രാവിലെ പ്രസവിച്ച പശുവാണ്. റെഡ് HF പശുവാണ്. പശുക്കുട്ടിയാണ്. കടിഞ്ഞൂല് പശുവാണ്. അപ്പോൾ പശു പ്രസവിച്ച ഒരു ക്ഷീണമാണ് ആ ബോഡിയിൽ കാണുന്നത്. ഇന്നലെ പ്രസവിച്ച ഉടനെ എടുത്ത വീഡിയോയാണ്. ഈ പശു കടിഞ്ഞൂലാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പം തന്നെ രാവിലെ ഒരു 9 ലിറ്റർ പാലായിട്ടുണ്ട്. 2 ദിവസമായി പ്രസവിച്ചിട്ട്. കുട്ടി കാളക്കുട്ടി കടിഞ്ഞൂലിൽ നല്ല സിന്ധിക്കൂറും സൈവാളും മിക്സായ പശുവാണ്. ഇത് HFൻ്റെ പശു പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞ് നിലവിൽ ഇപ്പോൾ 2 നേരം കൂടി 17 പാലെടുപ്പിച്ചായിട്ടുണ്ട്. ഹെവി പശു, വലിയ നല്ല ഹെവി സൈസിലുള്ള 2-ാം പേർ പശുവാണ്.
അടുത്ത പശു എന്ന് പറയുമ്പോൾ ഇതൊരു കടിഞ്ഞൂല് പശുവാണ്. പ്രസവിച്ച് 2 ദിവസമായിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ കറവയിൽ തന്നെ 9 ലിറ്ററിന് മുകളിൽ പാലുണ്ട്. ഒരു 18-20 പാല് കണക്കൂട്ടം. നല്ല ബോഡി വെയിറ്റിൽ നാട്ടിൽ നിന്നുള്ള കിടിലം പശു, നല്ല സൈസാണ്. ഇതൊരു സ്വിസ് ബ്രൗൺ പശുവാണ്. അതും മെനിഞ്ഞാന്ന് വൈകുന്നേരം പ്രസവിച്ചതാണ്. എന്നാൽ ഇന്ന് രാവിലെ തന്നെ കറവയിൽ ഒരു 9 ലിറ്റർ പാല് വന്നിട്ടുണ്ട്. 8-9 പാല് വന്നിട്ടുണ്ട്. പശുക്കുട്ടിയാണ് ഇതിൻ്റെതും. കടിഞ്ഞൂല് 2 പല്ലാണ്. ഈ പശു എന്ന് പറയുന്നത് 3ാം പ്രസവത്തിൽ വരുന്ന പശു. ഇനി ഒരു 10 ദിവസം ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട്. ഒരു 17-18 ലിറ്റർ പാല് കണക്കൂട്ടാന്നുള്ള നാട്ടിൽ നിന്നുള്ള ക്വാളിറ്റിയുള്ള പശുവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പശുവുള്ള തിരുവനന്തപുരം ജില്ല പൂവാർ KK ഡയറി ഫാം.